8 വർഷമായിട്ട് 1500 കുടുംബങ്ങൾക്ക് ഒരു മാസം ഉപയോഗിക്കാവുന്ന വെള്ളം ഒരു ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ കല്യാൺ സൂപ്പർ 99ന്റെ മുന്നിലുള്ളത്. അതായത് പ്രമുഖമായിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ മുന്നിലുള്ള വസ്തുവകകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജ് ആയിട്ടാണ് തകർന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു മാസം 1500 കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വെള്ളം ഒരു ദിവസം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ജനം എന്ന് പറയുന്നത് ഉപയോഗിക്കാവുന്ന വെള്ളത്തിന് ചാർജ് കൊടുത്തു കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ, മാസം വാടക കൊടുത്ത് ഉപയോഗിക്കുമ്പോൾ ഗവൺമെൻറ്റായിട്ട് അവരെ ശ്രദ്ധ ചെലുത്തിയിട്ടും ശ്രദ്ധ ചെലുത്താത്ത രീതിയിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് യാതൊരു രീതിയിലുള്ള ഫൈനുമില്ല, ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററിന്റെ കീഴിലാണ് ഇതുപോലത്തെ ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളത്. 8 വർഷമായിട്ട് ഈ ലീക്കേജ് ഉണ്ടായിരുന്നു. 4 മാസമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലീക്കേജ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ലീക്കേജ് പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല. ഇപ്പോൾ വേസ്റ്റ് ബിൻ പോലെ, അതായത് സിഗരറ്റിന്റെ പാക്കറ്റ്, പ്ലാസ്റ്റിക് കുപ്പികൾ, അതേപോലെ തന്നെ ചായ കുടിക്കുന്ന ഗ്ലാസിന്റെ വേസ്റ്റ്, ഈ പറഞ്ഞ പോലെയുള്ള വസ്തുവകകളാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. 4 മാസത്തോളം നമ്മളിത് കംപ്ലൈൻറ്റ് ഫോളോ അപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആദ്യം അവർ ഇത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫണ്ട് വാങ്ങിയെന്നാണ് 1916 എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രൂഫ് സഹിതം അവരെ കൊണ്ട് സർട്ടിഫിക്കറ്റ് അയച്ച്, അതായത് ഇവിടെ വെള്ളം ലീക്കാകുന്നത് പരിഹരിച്ചിട്ടില്ല, ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ മനസ്സിലാവും. അത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് അഴിമതിയാണെന്നുള്ളത് തെളിയും എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഫണ്ട് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു വേസ്റ്റ് ബിൻ പോലെ ആ ലീക്കേജ് കുറച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 1916ലേക്ക് വിളിക്കുന്ന ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്ന ലീക്കേജും ഇപ്പോഴുള്ള ഒരു വ്യത്യാസവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം ലീക്ക് ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലീക്കേജ് ഇപ്പോഴും ഉണ്ട്, ഡെയിലി വെള്ളം ലീക്ക് ആവുന്നുണ്ട്. പോരാത്തതിന് ശുദ്ധജലം മലിനമാവുന്ന രീതിയിലാണ് ഇവിടെ കുപ്പിയും പാട്ടിയും കിടക്കുന്നത്. പ്ലാസ്റ്റിക്, അതേപോലെ തന്നെ സിഗരറ്റിൻ്റെ പാക്കറ്റുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതൊരു വേസ്റ്റ് ബിൻ പോലെ. ഇവിടെ ജനത്തിനോട് പ്രതിബദ്ധനായിട്ടുള്ള റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് പരിഹരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. കേൾക്കുന്ന കാര്യം ശരിയെന്ന് പറഞ്ഞ് അതിൽ രജിസ്റ്റർ ചെയ്യല വേണ്ടത്. അവിടെ കേൾക്കുന്ന കാര്യം കറക്റ്റാണോ എന്നുള്ളത് ഓഡിറ്റ് ചെയ്തിട്ട് വേണം അത് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇന്ന് തൃശ്ശൂർ നഗരത്തിൽ, തൃശ്ശൂർ റൗണ്ടിൽ കല്യാൺ സൂപ്പർ 99ന്റെ മുന്നിൽ വാട്ടർ റിസോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലേസിൽ ഇതൊരു വേസ്റ്റ് ബിന്നായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ഉത്തരവാദിത്തമില്ലായ്മയും അവരുടെ കീഴെ വരുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമില്ലായ്മയുടെയും പ്രൂഫാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.